കണ്ണൂർ പാനൂരിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ 5 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം അക്രമത്തിൽ പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെക്കേ പാനൂർ സ്വദേശി രജീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രജീഷിനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ ഭാര്യയ്ക്കും മക്കൾക്കും മർദ്ദനമേറ്റിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഇന്നലെ രാത്രി 8:30യോടെയാണ് പാനൂരിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പൊതുവെ നമുക്കറിയാം, പാനൂർ മേഖല നിരന്തരം ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിരന്തര സംഘർഷത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇന്നലെ രാത്രി ബി.ജെ.പി. പ്രവർത്തകന്റെ വീടിന് നേരെ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. തെക്കേ പാനൂർ സ്വദേശി രജീഷിന്റെ വീടിന് നേരെയായിരുന്നു ഇന്നലെ ആക്രമം. ഈ രജീഷിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഭാര്യയുടെ തലയിലെല്ലാമാണ് നിലവിൽ പരിക്കുപറ്റിയിരിക്കുന്നത്. സംഭവത്തിൽ 5 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം ഈ ഫ്ലെക്സ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. എന്തായാലും അക്രമത്തിൽ പരിക്കേറ്റവരെ പാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇത്തരം വലിയ ഈ മേഖല സമാധാനപരമായ ഒരു മേഖലയെ സംഘർഷത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ CPM ശ്രമിക്കുന്നുവെന്ന് ബി.ജെ.പി. ആരോപിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ആ മേഖലയിൽ നിരന്തരം ഇത്തരം ഒരു സംഘർഷങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ മേഖലയിൽ ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അത്തരത്തിലൊരു സംഘർഷ മേഖലയിലാണ് ഇന്നലെ രാത്രിയോടെ വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്.